ചെയ്യാൻ പോകുന്നത് എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ കോസ്റ്റ്യൂമാണിത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കൊല്ലത്തിൽ ഒരിക്കലേ വീഡിയോ ഇടുള്ളൂ. അത് വേറെ ഒന്നുമല്ല, എനിക്ക് വലുതായിട്ട് എനിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞ് രാത്രിയായി. അപ്പോൾ നമുക്ക് എൻ്റെ ബർത്ത്ഡേൻ്റെ ഇത് വീഡിയോ പോയി കണ്ടിട്ട് വരിക. 3, 2, 1 സർപ്രൈസ്! അപ്പോൾ ഗൈസ്, ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുള്ള അപ്പത്തിന് ഇത്താത്ത ഗിഫ്റ്റ് കൊണ്ടെത്തന്ന് കറക്റ്റ് 12 മണിക്ക്. ഇതെന്തെന്നാ എനിക്ക് അറിയില്ല. എന്തല്ലോ ഇതെന്തെന്നാ പൊളിച്ചു നോക്കട്ടെ എന്നൊക്കെ. 2 മിനിറ്റ്. ഓ, അലാമാണിത്. ഞാൻ എൻ്റെ ഇത്താത്തനോട് പറഞ്ഞിട്ടുണ്ടായി എനിക്കൊരു അലാം ആണെന്ന്. ഞാൻ വിചാരിച്ചിട്ടില്ല കറക്റ്റ് ഇങ്ങനെ സ്കൂട്ടറിൻ്റെ പോലെ ഉണ്ടാകുന്ന അടിപൊളിയെ നല്ല രസമുണ്ട്. ഇത് ട്രഷർ ഹണ്ടാണ് ഗൈസ്, അടിപൊളി ട്രഷർ ഹണ്ടാണ്. ഇനി നാളെ രാവിലെ സണ്ണിനോട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് എനിക്ക് അടുത്ത ഗിഫ്റ്റ് കിട്ടുക. സേ ഗുഡ് മോർണിംഗ് ടു സൺ, വെരി ഗുഡ് മോർണിംഗ് ടു സൺ ആണ് ഗൈസ്. ഞാനിതാ സണ്ണിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. അപ്പം എനിക്ക് ഇത് അടുത്ത ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നു. അതാക്കണ്ട, ഇതെൻ്റെ ഉമ്മാൻ്റെ ഗിഫ്റ്റാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അടിപൊളിയാണ്, നല്ല രസമുണ്ടായി. ട്രഷർ ഹണ്ട് നല്ല രസമുണ്ടായി. അടിപൊളി ഒരു ഷൂ ആണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഷൂ. നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. നല്ല രസമുണ്ട്. ഞാൻ ഇട്ട് നോക്കിയാൽ കറക്റ്റ് സൈസ്. ഇതൊക്കെ ഉണ്ടാ. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ തുള്ളി കളിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടം. കണ്ട ഞാൻ തുള്ളി കളിക്കുന്നത് കറക്റ്റ് സൈസോ. കണ്ട നല്ല രസമുണ്ടായി. ഇതാണ് ഷൂ. അപ്പോൾ നമുക്ക് അടുത്ത ഇപ്പം എൻ്റെ ഇത്താത്ത പറഞ്ഞ ഫോൺ എടുത്തിട്ട് വരാം. എന്തോ ഒരു മെസ്സേജ് വന്നാൽ ഇത് ട്രഷർ ഹണ്ടാണ്, നോക്കിക്കോ. ഇത് കണ്ട, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെടുത്ത ഗിഫ്റ്റ് നമുക്കൊന്ന് തുറന്നു നോക്കാം. അതൊരു ഗിഫ്റ്റ് ഇരിക്കുന്നു. എന്താ അറിയില്ല, ഫുൾ പാക്കിങ്, അടിപൊളി പാക്കിംഗ് ആണ്. ഇപ്പോൾ നേരത്തെ ഉണ്ടായ സ്ഥലത്ത് ഫസ്റ്റ് ഞാൻ മെല്ലെ മെല്ലെ തുറക്കാന്ന്. പക്ഷെ എനിക്ക് വേഗം തുറക്കണേ എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. അപ്പോൾ ഞാൻ വലിച്ച് ഫുള്ള് കീറി എന്നിട്ടാണ് തുറക്കുന്നത്. അതിലടുത്ത് എന്തെന്നാ ഈ അടിപൊളി സ്ലൈം, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ്. അടുത്ത ട്രഷർ ഹണ്ടാണിത്. അടുത്ത നോക്കാം എന്താ നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ന്യൂനു എന്നാണ്. ഇതെന്താ? അതൊരു വാഷിംഗ് മെഷീനാണ് ഗൈസ്. അപ്പം നമുക്ക് മേലെ പോകാം. കുറച്ച് നേരം സ്ലൈമിലൊന്നും നല്ല തൊട്ടോക്കട്ടെ, നല്ല രസമുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ഉണ്ടായി, നല്ല രസമുണ്ടായി. ഞാൻ എപ്പം പറയുന്നത് എനിക്ക് സ്ലൈം വേണം. പക്ഷെ എല്ലാ ഷോപ്പിലും പോയി നോക്കിയാൽ തീർന്ന്. അപ്പോൾ നമുക്ക് നേരെ മേലേക്ക് പോയിട്ട് അടുത്ത ഗിഫ്റ്റ് എടുക്കാം. വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലാണ് ഉള്ളത്. നമുക്ക് നേരെ പോയേക്കാം. ഞാൻ തുള്ളി എന്തോ ഭയങ്കര എക്സൈറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് അടുത്ത ഗിഫ്റ്റ് ഇരിക്കുന്നത്. എന്തെന്ന് എനിക്കറിയില്ല, ഒന്ന് നോക്കി നോക്കണം. എനിക്ക് എത്തുന്ന പോലില്ല. എങ്ങനെയല്ലോ ചാടി എടുത്ത്. ഇപ്പോൾ ഒരു ട്രഷർ ഹണ്ടും കിട്ടീന്, പിന്നെ ഒരു ഗിഫ്റ്റും കിട്ടി. അതിൽ ഫസ്റ്റ് നമുക്ക് ഗിഫ്റ്റ് ഓപ്പൺ ആക്കാം. ഗിഫ്റ്റ് എടുത്ത് തുറന്ന് എന്തൊന്നും അറിയില്ല. അപ്പം നമുക്ക് ഇതാക്കി നോക്കാം. തുറക്ക് വലിച്ച്. ഓ, പെയിൻറ്റിങ്. ഓ മൈ ഗോഡ്, പെയിൻറ്റിങ്ങിൻ്റെ ഇതാണ്. ഓഹോ, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് ഞാൻ പെയിൻ്റ് അടിക്കുന്നതാ. അതാണ് നോക്കിയാൽ. ഞാൻ ഇപ്പോൾ ഒരു സ്റ്റാൻഡാക്കി നിർത്തിത്തരാൻ നോക്കിയാ. അല്ല, വീണു പോന്നാണല്ലോ, നിൽക്കുന്നില്ല.
നിർത്താൻ ശ്രമിക്കാം. അടുത്ത ട്രഷർ ഹണ്ട് ഓപ്പൺ ആക്കി, കാണുന്നില്ല. വേർ ഈസ് യുവർ ബർത്ത്ഡേ ഡ്രസ്, വേർ ഇടുന്നാണ്. ഇനി എനിക്ക് ബർത്ത്ഡേ ഡ്രസ്സ് ഇട്ടിട്ട് മാത്രമേ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ട, ഞാൻ പെയിൻ്റ് അടിക്കുന്നുണ്ട, നല്ല രസമുണ്ടായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ട കളിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഉപ്പച്ചീൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ എനിക്ക് പോലും അറിയാണ്ട് എവിടുന്ന് മേടിച്ചിട്ട് അവിടുന്ന് കേക്ക് കട്ടിങ് ആണ്. കണ്ടാ, അവരോരോ എനിക്ക് സർപ്രൈസ് വന്ന് അതെൻ്റെ ഐസിൻ എന്ന് പറഞ്ഞ ഇതാണ് കുട്ടി, എൻ്റെ കസിനാണ് ഐസി. നമ്മളവിടെ കേക്ക് കട്ടിങ് അല്ല. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം, ഫുള്ള് അടിപൊളി കോസ്റ്റ്യൂമാണ്. ഇതിട്ടാൽ എനിക്ക് അടുത്ത ടാസ്ക് കിട്ടും. പക്ഷെ ഇതെൻ്റെ ഉപ്പച്ചി മേടിച്ച് തന്നതാണ് ബർത്ത്ഡേ ഡ്രസ്സ്. അവിടെ എന്തോ ഒരു ഗിഫ്റ്റ് എൻ്റെ ഇത്താത്ത ചൂണ്ടിക്കാണിച്ചിന്. നമുക്കൊന്ന് നോക്കി നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ എൻ്റെ ഇത്താത്ത അടുത്ത ട്രഷർ ഹണ്ട് തന്നിന്. അതിൽ മാംഗോ ഇടുന്ന കിട്ടുന്നതെന്നുള്ള ഇതേന്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാംഗോ ട്രീ ആണ്. അപ്പോൾ ഇതാ ഈ റൗണ്ടിൻ്റെ ഉള്ളിലുണ്ട് എന്തോ ഒരു ഗിഫ്റ്റ്. അടിപൊളി ചെരുപ്പാണ് നോക്കുക. ഇതെൻ്റെ ഉമ്മച്ചി മേടിച്ച് തന്നതാണ്. എനിക്ക് അപ്പോഴേ മനസ്സിലായി മാംഗോ കിട്ടുന്ന എവിടുന്ന, മാംഗോ ട്രീ എന്നല്ലേ. അതെടുത്ത് ഞാൻ കളഞ്ഞ്. ഇത് നല്ല രസമുണ്ട്, നല്ല ഇടാനും നല്ല രസമുണ്ട്. ഡാൻസ് കളിക്കുന്നുണ്ടാ, നല്ല രസമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താക്കി ഉപ്പാനെ ഹെൽപ്പ് ചെയ്യുന്നതിനു. അപ്പം എൻ്റെ അടുത്ത കസിൻ ബ്രദർ വന്നത് ആഹിൽ. അടുത്ത ഗിഫ്റ്റ് ആയിട്ട് വന്നത് 2 ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ ആലും എനിക്ക് ഗിഫ്റ്റ് തന്നു, ഉപ്പച്ചീൻ്റെ അനിയത്തി ഗിഫ്റ്റ് തന്നതാണ്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എന്തെന്നും അറിയില്ല, നല്ല പാക്കിങ് എല്ലാം. നമുക്കത് തുറന്നു നോക്കി നോക്കാം. അയ്യോ, അടിപൊളി ഒരു സ്പ്രേ ആണ് ഗൈസ്, ഫുൾ പാക്കിംഗ് ആണ്. നമുക്കതൊന്ന് തുറന്നു നോക്കിയിട്ട് അതിൻ്റെ സ്മെല്ല് നോക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ തുറന്ന് അതാ എത്ര പാക്കിംഗ് ആണെന്ന് എനിക്കറിയില്ല ഗൈസ്. തുറന്ന് അതാണ് സ്പ്രേ. അടിപൊളി സ്പ്രേ, അടിപൊളി സ്മെല്ല്, എല്ലാം അടിപൊളിയാണ്. സ്പ്രേ എല്ലാം അടിപൊളി. അടുത്ത ഗിഫ്റ്റ് എൻ്റെ കുപ്പീനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, അടിപൊളിയാണ്. പിന്നെ അടുത്ത ഗിഫ്റ്റ് പൊളിക്കാൻ പോകുന്നതാണ്. അൺബോക്സിങ് ഫുൾ അൺബോക്സിങ് ആണ്. ഇതിലിങ്ങനെ തുറന്ന് വന്ന് അയ്യോ, അടിപൊളി ഒരു ചോക്ലേറ്റ് ആണ്. നോക്കിക്കോ, കണ്ട, സൂപ്പർ ചോക്ലേറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫെറാറോഷനാണ്. അപ്പോൾ ഗൈസ് ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും സെൻഡ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച്